بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 127 താഹ സൂറത്തിൽ നിന്നുള്ള 133 ആയത്ത് മുതൽ കേൾക്കണം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം ഉണർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ ലൗലാ യഅതീനാ ബിആയത്തിൻ മിൻ റബ്ബിഹി അവലം തഅതിഹിം ബയ്യിനതു മാ ഫിസ് സുഹുഫിൽ ഊലാ. വഖാലു അവർ പറഞ്ഞു, അവരെന്ന് പറഞ്ഞാൽ ആരാ? മക്കയിലുള്ള മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, അവിശ്വാസികൾ. അവർ പറയാണ്, ലൗലാ യഅതീന, അദ്ദേഹം നമുക്ക് കൊണ്ടുവരാത്തത് എന്താ? എന്തുകൊണ്ടാണ് കൊണ്ടുവരുന്നില്ലല്ലോ? ബിആയത്തിന് ഒരു ദൃഷ്ടാന്തം, മിർ റബ്ബിഹി, അദ്ദേഹത്തിന്റെ പടച്ചവനിൽ നിന്ന്, അദ്ദേഹത്തിന്റെ രക്ഷിതാവിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം നമുക്ക് കൊണ്ടുവരാത്തത് എന്താണ് കാരണം? അള്ളാഹു ചോദിക്കാണ്, അവലം തഅതിഹിം, അവർക്ക് വന്നില്ലേ, വന്നു കിട്ടിയിട്ടില്ലേ? ബയ്യിനത്തു മാഫി സുഹുഫിൽ ഊല, ബയ്യിനത്തു മാഫി സുഹുഫിൽ ഊല, പൂർവ ഗ്രന്ഥങ്ങളിലുള്ള വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ? നബി പ്രവാചകനാണെന്നും മറ്റുമുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പൂർവ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിലുള്ള തെളിവുകൾ ഇവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവലം തഅതിഹിം ബയ്യിനത്തു മാഫി സുഹുഫിൽ ഊല. സുഹുഫിൽ ഊല എന്ന് പറഞ്ഞാൽ പൂർവ ഗ്രന്ഥങ്ങളാണ്. ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവുകൾ. അവലം തഅതിഹിം, അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ? അവലം, ആ ഇസ്തിഫാമാണ്. അവാന്ന് ലം തഅതി, അത്തായ എഴുത്തിയുടെ ലമ്മ് ചേർന്ന മുതാരിയ ഫേലാണ്. ലം തഅതി വന്നിട്ടില്ല. അവലം തഅതി വന്നിട്ടില്ലേ? ഹും, അവർക്ക്. അവലം തഅതിഹിം, അവർക്ക് വന്നിട്ടില്ലേ എന്നർത്ഥം. ബയ്യിനത്തു എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവുകൾ. മാഫി സുഹുഫിൽ ഊല, പൂർവ ഗ്രന്ഥങ്ങളിലുള്ള ആ വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. ഇവിടെ മുശ്രിക്കുകൾ പറയാണ്, ഇതിന്റെ തഫ്സീറിൽ ഖാലൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ പറയാണ്, അല്ലാ യഅതീന, നമ്മൾക്ക് കൊണ്ടുവരാത്തത് എന്താ? മുഅ്ജിസത്തിന്റെ ഒരു മുഅ്ജിസത്ത്, ഒരു അസാധാരണമായ സംഭവം എന്നാണ് മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഒരു മുഅ്ജിസത്ത് നമ്മൾക്കായിട്ട് കൊണ്ടുവരാത്തത് എന്താ? ആര്? മുശ്രിക്കുകൾ ചോദിക്കുക. അവലം അലാ സിദ്ഖിഹി, പ്രവാചകന്റെ സത്യസന്ധത, പ്രവാചകനാണെന്ന് വരുത്തി തീർക്കുന്ന തെളിവുകളൊന്നും അദ്ദേഹം കൊണ്ടുവരുന്നില്ലല്ലോ എന്നവർ ചോദിക്കുമ്പോൾ, അവലം യക്തഫൂ ബിൽ ഖുർആനി അൽ മുഅ്ജിസത്തുൽ കുബ്ര, വലിയ മുഅ്ജിസത്താവുന്ന ഖുർആൻ കൊണ്ട് അവർ മതിയാക്കിയില്ലേ? അവർക്ക് അതിലുള്ള തെളിവുകളില്ലേ, വ്യക്തമായ തെളിവുകളില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു കിട്ടിയ ഈ മുഅ്ജിസത്ത് ഖുർആൻ, അതുപോലെ അവർക്ക് പിന്നെന്തിനാ വേറെ തെളിവുകൾ ചോദിക്കുന്നവരെ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഈ ഖുർആനിലാണെങ്കിലോ എല്ലാ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കുമുള്ള അവരുടെ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന ഈ ഖുർആനില് ആ തെളിവ് പോരെ അവർക്ക് എന്നാണ് ചോദിക്കുന്നത്. വഖാലൂ ലൗലാ യഅതീനാ ബിആയത്തിൻ മിൻ റബ്ബിഹി അവലം തഅതിഹിം ബയ്യിനതു മാ ഫിസ് സുഹുഫിൽ ഊലാ. 133 ആയത്താണ് ഇപ്പോൾ ഓതി വെച്ചത്. 34. വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലിഹി ലഖാലൂ,
ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى لولا يأتينا. 134 ആയത്ത് വലവ് അന്നാ, തീർച്ചയായും നമ്മൾ അഹ്ലക്കിനാഹും അവരെ നശിപ്പിക്കുകയാണെങ്കിൽ, അഹ്ലക്കിന അഹ്ലക്ക യുഹലിക്കു നമ്മൾ നേരത്തെ പറഞ്ഞ വഹമൂർ അഹ്ലക്ക ബിസ്വലാത്തി എന്ന് പറഞ്ഞല്ലോ. ആ അഹ്ലക്ക എന്ന് പറഞ്ഞാൽ അഹ്ല് പ്ലസ് കായാണ്. ഇവിടെ അഹ്ലക്കിന എന്ന് പറഞ്ഞ അഹ്ലക്ക ന, അഹ്ലക്ക പ്ലസ് ന, അത് നശിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നു, അള്ളാഹു നശിപ്പിക്കുക, നമ്മൾ നശിപ്പിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ഇവിടെ മീനിങ്. ലവ് അന്നാ അഹ്ലക്കനാഹും, നമ്മൾ അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തിട്ട് ആ ശിക്ഷയിലൂടെ അവരെ നശിക്കുകയായിരുന്നുവെങ്കിൽ, മിൻ ഖബലിഹി, ഇതിന്റെ മുമ്പ്, ഖുർആനും പ്രവാചകനും വരുന്നതിന് മുമ്പായിട്ട് അവരെ നമ്മൾ നശിപ്പിച്ചിരുന്നുവെങ്കിൽ ഖാലു, അവര് പറയുമായിരുന്നു. ഇവിടെ നശിപ്പിച്ചിട്ട് ഇങ്ങനെ നശിപ്പിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. ഇത് വലൗ അന്ന അഹ്ലക്കന, നമ്മൾ അവരെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്നാണ് അർത്ഥം. ബി അദാബിൻ, എന്തെങ്കിലും ഒരു അദാബ്, ഒരു ശിക്ഷ നൽകിയിട്ട് അവരെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ, മിൻ ഖബലി, ഖുർആനിനും പ്രവാചകനും മുമ്പായിട്ട്, ലഖാലു, അവര് പറയുമായിരുന്നു റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലൗലാ അർസൽത ഇലൈനാ, എന്താണ് ഞങ്ങൾക്ക് നീ അയക്കാതിരുന്നത്, ലൗലാ അർസൽത ഇലൈനാ, നീ ഞങ്ങളിലേക്ക് അയക്കാതിരുന്നത് എന്തുകൊണ്ട്, റസൂലിനൊരു റസൂലിനെ, ഒരു പ്രവാചകനെ അയക്കാതിരുന്നത് എന്തുകൊണ്ട്, ഫനത്തബിഅ, അങ്ങനെ നീ അയച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു ആയാത്തിക, നിന്റെ ആയത്തുകളെ, മിൻ ഖബലി അൻ നദില്ല വനഖ്സാ, മിൻ ഖബലി അൻ നദില്ല, ഞങ്ങൾ നിന്ദ്യരാവുന്നതിന് മുമ്പ്, വനഖ്സാ, ഞങ്ങൾ അപമാനിതരാവുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ നിന്റെ ആയത്തുകളെ പിൻപറ്റിക്കൊണ്ട് ആയത്തുകളിൽ പറഞ്ഞതനുസരിച്ച്, ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ സാലിഹ്യങ്ങളായി ജീവിക്കുമായിരുന്നു, നിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ അയച്ചില്ല എന്നുള്ളത് അവർ പറയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ആശയം, അള്ളാഹു ഒരു സമൂഹത്തെ നശിപ്പിക്കുക, ആ നശിപ്പിക്കുന്നത് അവിടെ റസൂലും പ്രവാചകനും അല്ലെങ്കിൽ അവർക്കൊരു നിയമസംഹിതയും ഇല്ലാത്ത നിലയിലാണ് അവരെ നശിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ അവർ ചോദിക്കും ആഖിറത്തിൽ വെച്ചിട്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രവാചകനെ അയച്ചു തന്നില്ല? അങ്ങനെ തന്നികയാണെങ്കിൽ ആ പ്രവാചകന്റെ ആ ഉത്ബോധനമനുസരിച്ച്, അദ്ദേഹം ഞങ്ങളെ ഉപദേശിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമായിരുന്നു, അത് നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അവര് പറയും. അപ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങള് റസൂലിനെയും പ്രവാചകനെയും അതുപോലെ തന്നെ നിയമസംഹിതയൊക്കെ അയച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ അയച്ചു, നബി അയച്ചു, അന്ത്യപ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായിട്ട് വന്നു അവരെ ഉപദേശിക്കുന്നത്. എന്നിട്ടും അവര് ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല, പരിഗണിക്കുന്നില്ല. ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى. ഞങ്ങളിപ്പോൾ വളരെ നിന്ദ്യരാണ്, ഇങ്ങനെ നിന്ദ്യരാവുക, വനഹ്സ, ഞങ്ങൾ അപമാനിതരുമാവുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ നിന്റെ ആയത്തുകൾക്ക് പിൻപറ്റി ജീവിക്കില്ലേ, അതിന് ജീവിക്കുമായിരുന്നല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. 134 135 ആയത്തിൽ പറയുന്നത്, ഖുൽ കുല്ലും മുതറബ്ബിസും ഫതറബ്ബസൂ ഫസതഅലമൂന മൻ അസ്ഹാബുസ് സിറാത്തിസ് സവീ വമൻ ഇഹ്തദാ. നബിയെ, തങ്ങൾ പറയണം, കുല്ലും മുത്തറബ്ബിസും, എല്ലാം ഓരോരുത്തരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഫതറബ്ബസൂ, നിങ്ങളും പ്രതീക്ഷിച്ചോളൂ.
വസതഅലമൂന പിന്നീട് നിങ്ങൾ അറിയും മൻ അസ്ഹാബു സിറാത്തി സവീ നേരായ വഴിയുടെ അവകാശികൾ ആരെന്ന് നിങ്ങൾ അറിയും. വമൻ ഇഹ്തദാ സന്മാർഗം ലഭ്യമായവർ ആരാണെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളും പ്രതീക്ഷിക്കുന്നോളൂ. കുല്ലും മുത്തറബ്ബിസും ഫതറബ്ബസു എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഈ ദുന്യാവിൽ നിന്ന് മരിച്ചു പോയാൽ അതിന്റെ തഫ്സീറിൽ അല്ലാഹു പറയുന്നു, യാ മുഹമ്മദ് ഖുൽ യാ മുഹമ്മദ് ലിഹൗലായിൽ മുകദ്ദിബീൻ ഈ സത്യനിഷേധികൾ, എല്ലാതിനെയും നിഷേധിച്ചു തള്ളുന്നവര്, അള്ളാഹുവിനെ ധിക്കരിച്ചവര്, തൗഹീദില്ലാതെ ജീവിക്കുന്ന ഈ കുഫാറുകളായ ആളുകളോട് പറയണം, റസൂലിനോട് പറയാണ്, കുല്ലും മിന്ന നമ്മളിൽ ഓരോരുത്തരും, വമിങ്കും നിങ്ങളിൽ നിന്നും, ഞങ്ങളും നിങ്ങളും മുന്തലിറും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദവാഇർ സമാൻ ഈ കാലത്തിന്റെ കെടുതികൾ. വലിമൻ തകൂനു നസ്റു ആർക്കാണ് സഹായം ലഭ്യമാവുക എന്നതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും പ്രതീക്ഷിക്കുക. നിങ്ങളും പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഭീഷണിയുടെ കൽപ്പനയാണ്, ഭീഷണി സ്വരാണ്, അമ്പ് തഹ്ദീദാണ്. ഫതറബ്ബസു നിങ്ങളും പ്രതീക്ഷിച്ചോടെ. ഇത് വളരെ ഒരു ഭീഷണിയുടെ സ്വരമാണ്, ഭീഷണിയുടെ അടങ്ങിയ ഒരു കൽപ്പനയാണ് തറബ്ബസു എന്നത്. ഫന്തദിറുൽ ആഖിബത്ത പര്യവസാനം എന്തായി വരുന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോളെ. വന്നെത്തിച്ച ഇതിന്റെ റിസൾട്ടും എന്തായിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളും പ്രതീക്ഷിച്ചോളെ. നിങ്ങളും പ്രതീക്ഷിച്ചോളെ എന്ന് പറഞ്ഞത് അത് ഒരു ഭീഷണിയുടെ സ്വരമാണ് എന്താ പറയാം, ഭീഷണിയുടെ സ്വരമാണ് അത്. പിന്നെ പ്രതീക്ഷിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്ത് പ്രതീക്ഷിക്കണം? നിങ്ങളുടെ പര്യവസാനവും ഇതിന്റെ റിസൾട്ടും എന്താവും, ആർക്കാണ് സഹായം ലഭ്യമാവുക എന്നുള്ളതൊക്കെ നിങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഖരീബിൻ താമസിയാതെ നിങ്ങൾക്ക് അറിയാം, മൻഹും അസ്വാബു തരീഖുൽ മുസ്തഖീം നേരായ വഴിയിലൂടെ സഞ്ചരിച്ചവർ ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അല്ലഹനു നമ്മളാണോ, അന്നെന്തും അല്ല നിങ്ങളാണോ? ആരാണ് ഈ നിലക്ക് ഹിദായത്തിലൂടെ സഞ്ചരിച്ചത്, മുന്നോട്ട് പോയവര്, അതനുസരിച്ച് ജീവിച്ചവർ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. കുൽകുല്ലും മുതറബ്ബിസും ഫതറബ്ബസൂ ഫസതഅലമൂന മൻ അസ്ഹാബു സിറാത്തി സവീ വമൻ ഇഹ്തദാ. 135 ആയത്തുകള്. അൽഹംദുലില്ലാഹ്, ഈ താഹ സൂറത്ത് അവസാനിച്ചു. ഇനി നമ്മൾക്ക് അടുത്ത ഫുർഖാൻ സൂറത്താണ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അവന്റെ സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് 2 ദിവസത്തിന് ശേഷം നമ്മൾ തുടങ്ങും. ആ വീഡിയോയിൽ ഫുർഖാൻ സൂറത്താണ് എടുക്കുന്നത്. ഇത് 127ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ എടുത്തത്. ഇത് 14 മിനിറ്റ് ആയി.